ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഐക്യ ഹോൾ വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഐക്യ വ്ളോഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഐക്യയിൽ പോയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാനിപ്പോൾ ഇവിടെ 2 വർഷമായിട്ടോ ദുബായിൽ, അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. എന്റെ കയ്യിൽ ഓൾമോസ്റ്റ് ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. ചെറിയ സാധനങ്ങളാണ് വാങ്ങിച്ചത്. അപ്പൊ എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുതിയ ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് കിച്ചണിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതൊരു സീലിംഗ് ക്ലിപ്പാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി പൊട്ടിച്ച പാക്കൊക്കെ ഉണ്ടെങ്കിൽ അത് സെക്യൂർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലിപ്പ് യൂസ് ചെയ്യുന്നത്. ഞാനിത് ഈ നീല കളർ അത് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത്തവണ പോയ സമയത്ത് ഈ ഒരു ബ്ലാക്കും യെല്ലോയും ആണ് വാങ്ങിച്ചത്. മുന്നേ ഞാൻ വേറെ സൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കുറച്ച് വലുതാണ്, പക്ഷെ ചെറുതും ഒക്കെ ഉണ്ട്, പല സൈസിലായിട്ടുണ്ട്. 8 ദിർഹമാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. നല്ല അഫോർഡബിളും ആണ്, അതുപോലെ തന്നെ നല്ല യൂസ്ഫുള്ളും ആണ് കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു കാൻഡിലാണ്. ഇവരെല്ലാ പ്രോഡക്റ്റും നന്നായിട്ട് സെക്യൂർ ആയിട്ട് അയക്കാന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു കവറിൽ പൊതിഞ്ഞിട്ടാട്ടോ തന്നിട്ടുള്ളത്. നല്ല പാക്കിംഗ് ആയിരുന്നു, അതുകൊണ്ട് പൊട്ടും എന്നുള്ള പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പൊതുവെ ഐക്കയിലുള്ള കാൻഡിൽസ് നല്ലതാണെന്നാണ് പറയാറുള്ളത്, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു വാനില ഫ്ലേവറിലുള്ള 2 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ ലോങ് ലാസ്റ്റ് ഒന്നും ചെയ്യണില്ല സ്മെല്ല്. പക്ഷെ ഈ ഒരു കാൻഡിൽ അത്യാവശ്യം ലോങ് ലാസ്റ്റും ചെയ്യുന്നുണ്ട്, അത്യാവശ്യം സ്മെല്ലും ഉണ്ട് റൂമിൽ. വേറെയും കാൻഡിൽസ് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ഇതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പോകുന്ന സമയത്ത് നല്ല കാൻഡിൽസ് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഒരു കാൻഡിൽ സ്റ്റാൻഡാണ്. ഇതെനിക്ക് ഒരു 8 ദിർഹത്തിന് കിട്ടിയതാണ്. ഓഫർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഈവനിങ് ടൈമിൽ ചെറിയ കാൻഡിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതെടുത്ത് കത്തിച്ചതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും റൂം കാണാനൊക്കെ. ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഈ ചെറിയ കാൻഡിൽ ഞാൻ ഡേ ടു ഡേ എന്നെങ്ങാനും വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ അതും ഐക്കയിലുണ്ട്. എനിക്ക് തോന്നുന്നു ഡേ ടു ഡേ എന്ന് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ലാഭം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ ബോക്സ് ആണ്. ഇത് 3 എണ്ണം വരുന്നുണ്ട് കേട്ടോ, ഒരുമിച്ചാണ് വരുന്നത്. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും കീപ്പ് ചെയ്യാൻ പറ്റുന്ന ചെറിയ 3 പാത്രങ്ങളാണ്. ഓഫീസിലേക്ക് കറിയൊന്നും കൊണ്ടുപോകാൻ പറ്റിയ അത്ര വലിയ പാത്രമൊന്നുമല്ല, ചെറിയ എന്തെങ്കിലും ചമ്മന്തി പോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ചെറിയ ഒരു കണ്ടെയ്നർ എന്ന് വേണേൽ പറയാം. ഇതിന്റെ കറക്റ്റ് റേറ്റ് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഒരു 5 ദിർഹത്തിന്റെ ഉള്ളിലേ വരുന്നുള്ളൂ എന്ന്. ഞാൻ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഉണ്ടാവും എല്ലാത്തിൻ്റെ റേറ്റ് ഒക്കെ. അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് ഒരു ബൗളാണ്. ഇത് 1.95 എങ്ങാനും ഇതിന് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. നല്ല റേറ്റ് കുറവാണ്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറെ സൈസിൽ ഇത് വരുന്നുണ്ട്, പക്ഷേ അതിനും അത്ര റേറ്റ് ഒന്നും വരണില്ല. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റേ വരുന്നുള്ളൂ. നെക്സ്റ്റ് ഒരു ഫ്ലവർ വേസ് ആണ്. അതിന്റെ റേറ്റ് വരുന്നത് 4 ദിർഹമാണ് കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. 4 ദിർഹത്തിനൊക്കെ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഫ്ലവർ വേസ് വാങ്ങിച്ചത് കൊണ്ട് തന്നെ അതിലേക്ക് ഞാനൊരു ഫ്ലവറും കൂടെ വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫ്ലവർ കണ്ടിട്ടാണ് ഞാൻ ആ വേസ് വാങ്ങിച്ചത് തന്നെ. ഇത് അത്യാവശ്യം നീളമുള്ളൊരു ഫ്ലവർ ആണ് കേട്ടോ, പക്ഷെ അത് കട്ട് ചെയ്തിട്ട് വേണം എനിക്ക് ആ കുപ്പിയിലേക്ക് വെക്കാൻ. ഇതിന്റെ റേറ്റ് വരുന്നത് 3 ദിർഹമാണ്. ഞാൻ ആകെ ഒന്നേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ, പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു 2 എണ്ണം കൂടെ വാങ്ങിക്കായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുകയില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ ആയിട്ട് തന്നെയാണ് തോന്നുക. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഒരു 4 കണ്ടെയ്നേഴ്സ് ആണ്. ഇത് ഒരുമിച്ചാണ് കേട്ടോ വരുന്നത്. 8 ദിർഹമാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഞാനിത് ഒട്ടുമിക്ക വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് വാങ്ങിക്കണം തോന്നി, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. ഗ്ലാസിന്റെ കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ ഇത്. ഇതിനകത്ത് ഞാൻ ഇങ്ങനെ ഈ ജീരകം അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെയാണ് ഇട്ട് വെക്കാറുള്ളത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ എന്തായാലും വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ പോയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. നമുക്ക് നമ്മുടെ കയ്യിൽ വരുന്ന കവറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കീപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. ദുബായിൽ താമസിക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ ഈ ഗ്രോസറി പർച്ചേസിങ് അത് ഇതൊക്കെ ആയിട്ട് ഒരുപാട് കവറുകൾ ഉണ്ടാവും. അതൊരു ഓർഡർ അല്ലാണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് കീപ്പ് ചെയ്ത് വെക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് എന്തായാലും വാങ്ങിച്ചു. ഇത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ചുമരിലൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് അതിനകത്തേക്ക് കവർ ഇട്ട് കൊടുത്താൽ മതി. അതിലെങ്ങനെയൊക്കെയാണ് അത് വെക്കേണ്ടത് എന്നുള്ളതൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ തന്നെ വെക്കാൻ പറ്റും. നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. എന്തായാലും വാങ്ങിച്ചു നോക്കുക. ഇതൊരു 5.95 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. എല്ലാ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, എല്ലാ പ്രൊഡക്റ്റും എനിക്ക് തോന്നുന്നു ഒരു 10 ദിർഹത്തിന്റെ അല്ലെങ്കിൽ 20 ദിർഹത്തിന്റെ ഉള്ളിലാണ് ഞാൻ എല്ലാ പ്രൊഡക്റ്റും കാണിച്ചിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് പൈസ ഞാൻ എന്തായാലും ഐക്കയിൽ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതുപോലെ നല്ല അഫോർഡബിൾ ആയിട്ട് നല്ല റേറ്റ് കുറവായിട്ടുള്ള ഐക്കയിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്തായാലും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്